വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. വയനാട്ടിൽ 56% പേർ വോട്ട് ചെയ്തു. ചേലക്കരയിൽ പോളിംഗ് 62% കടന്നു. ചേലക്കരയിലെ സ്ഥാനാർത്ഥികളായ കെ ബാലകൃഷ്ണനും UR പ്രദീപും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കെ രാധാകൃഷ്ണൻ MP, സംവിധായകൻ ലാൽ ജോസ് എന്നിവരും ചേലക്കരയിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ടർമാരെ നേരിൽ കാണാൻ പ്രിയങ്ക ഗാന്ധിയും രമ്യ ഹരിദാസും നവ്യ ഹരിദാസും പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു. പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു വയനാട് തിരുനെല്ലിയിലെ എടയൂർ കുനി LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ലീനറ്റ് വർഗീസും ചേലക്കരയിൽ നിന്ന് ലെവിൻ കെ വിജയനും ചേരുകയാണ്. ആദ്യം ലെവിനിലേക്ക്. ലെവിൻ, 60% കടന്നിരിക്കുന്നു ചേലക്കരയിലെ പോളിംഗ്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലൊക്കെ 75%-ഓളം പോളിംഗ് എല്ലാ തെരഞ്ഞെടുപ്പിലും അതിന് മുകളിലേക്ക് വന്ന ഒരു സ്ഥലമാണ്. എന്തായാലും ആ തരത്തിലേക്ക് പോളിംഗ് ഉയരുന്നു എന്ന് തന്നെയാണോ ഈ നിമിഷം നമുക്ക് പറയാനാവുക? രുചിസ്, ലഭ്യമായ കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം പകുതിയിലേറെ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1,28,000-ൽ പരം ആളുകൾ വോട്ട് ചെയ്തു. ഇതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് നേരിട്ട് ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. നേരത്തെ രുചിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2011 മുതൽ 2021 വരെയുള്ള 3 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ 75% മുതൽ 79% വരെ വോട്ടുകളാണ് ചേലക്കര മണ്ഡലത്തിൽ പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം 62.76% വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും അവസാനം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പോൾ ചെയ്തിട്ടുണ്ട്. ഇനിയും 1.5 മണിക്കൂറോളം സമയം പോളിംഗ് തീരുന്നതിനായി അവസാനിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്ത് തലത്തിൽ ഇതിനോടകം തന്നെ എല്ലാ പഞ്ചായത്തിലും 55%-ലേറെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള പാനൽ വോട്ടുകൾ ഭൂരിഭാഗവും ഇതിനോടകമുള്ള സമയത്ത് മുന്നണികൾ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിക്കാനായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2,13,103 വോട്ടുകളാണ് മുഴുവനായി മണ്ഡലത്തിൽ ഉള്ളത്. ആകെ വോട്ടുകൾ അതിൽ 1,22,558 വോട്ടുകൾ 3 മണിക്ക് PRD പുറത്തുവിട്ടാൽ പബ്ലിക് റിലേഷൻ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പോൾ ചെയ്തിട്ടുണ്ട്. 57.52 പോളിംഗ് ആയിരുന്നു ഈ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ 3 മണി വരെയുള്ള സമയത്ത് പോൾ ചെയ്തത്. അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് വരുന്നത് 62.76% എന്നുള്ള നിലയിൽ. നമുക്കറിയാം, ചേലക്കരയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. LDF UDF മുന്നണികൾ തമ്മിലുള്ള മത്സരം അതിൻ്റെ ഏറ്റവും വലിയ നിലയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് ചേലക്കര വിജയിക്കും, തിരിച്ചു പിടിക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും അത്തരത്തിൽ അതേ വീറും വാശിയുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമയത്തുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര ശ്രീമൂലപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണുള്ളത്. 3 ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ചേലക്കര പഞ്ചായത്തിലെ 79, 80, 81 ബൂത്തുകളാണ്. ശരാശരി 1,100-ലേറെ വോട്ടുകൾ ഈ 3 ബൂത്തുകളിലുമായുണ്ട്. ഇവിടെ ഇതിനോടകം തന്നെ പകുതിയിലധികം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതാണ്. ഈ ബൂത്തുകളുടെ ഒരു കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൻ്റെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ 79-ാം നമ്പർ ബൂത്തിൽ 675 വോട്ടാണ് നിലവിലുള്ളത്. അതിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്തത് അതിൽ 338 വോട്ടുകളും UDFനായിരുന്നു. UDFന് വലിയ മേൽക്കോയ്മ നേടിക്കൊടുത്ത ഒരു പഞ്ചായത്താണ് ചേലക്കര. LDF ഭരിക്കുന്ന പഞ്ചായത്തായിട്ടും കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് വലിയ ഭൂരിപക്ഷം തന്നെ 300-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് നേടാനായി. അതോടൊപ്പം തന്നെ 80-ാമത്തെ നമ്പർ ബൂത്ത് 723 വോട്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്തു. 303 വോട്ട് UDF നേടി. 32 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് ഇവിടെ ഉണ്ടാക്കാനായി. 81-ാം നമ്പർ ബൂത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്തിൽ 1415 വോട്ടുകളാണ് ഇവിടെ പോൾ ചെയ്യേണ്ടത്. പക്ഷേ കഴിഞ്ഞ 2024 ലോക്സഭയിൽ പോൾ ചെയ്തത് 931 വോട്ടാണ്. അതിൽ 435 വോട്ടുകളും UDFനാണ് ലഭിച്ചത്. 321 വോട്ട് LDFനും 162 വോട്ട് BJPക്കും നേടാനായി. UDFൻ്റെ ഭൂരിപക്ഷം, ഈ ബൂത്തിലെ ഭൂരിപക്ഷം 114 എന്നുള്ള നിലയിലായിരുന്നു. ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ട്രെൻഡും പാറ്റേണും നമുക്കറിയാം. അത് വ്യത്യസ്തമായിരിക്കും. ഇതൊരു സാങ്കേതിക തത്വത്തിലൂന്നിയ കണക്കുകൾ മാത്രമാണ്. ഉച്ചവരെ കനത്ത പോളിംഗ് തന്നെയാണ് ഈ 3 ബൂത്തുകളിലും ഉണ്ടായത്. പക്ഷേ സ്വാഭാവികമായി ഉച്ചയ്ക്ക് ശേഷം ചെറിയ ഒരു മന്ദഗതി പോളിംഗിനുണ്ടാകും. ആ മന്ദഗതിയിലാണ് ഇപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ വീണ്ടും പോളിംഗ് നില ഉയരാനും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താനും സാധ്യതയുണ്ട്. ഏതായാലും മണ്ഡലത്തിലെ ഓക്സിലറി ബൂത്തുകളടക്കം 180 ബൂത്തുകളിലും സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ്. പ്രശ്നബാധിത ബൂത്തുകൾ 14 എണ്ണമുണ്ട്. 600-ലേറെ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് ഇവിടെ സുരക്ഷ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത്. മാത്രമല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കേരളത്തിലെ CPM നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് RSSനെ സഹായിക്കുന്ന സമീപനം. അപ്പോൾ ആ സമീപനം നമ്മൾ അത്രയും ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ
പക്ഷേ പിന്തുണ കൊടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാട് വന്നിട്ട് പിന്മാറണം എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പാലക്കാട് മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ നാളെ നമ്മളെന്തായാലും 140 സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ അടിയൊഴുക്കുണ്ട്. ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും 20,000 വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം. 20,000 വോട്ടിൽ പുറകിലേക്ക് ചേലക്കരയിൽ എന്തായാലും അൻവറിൻ്റെ DMK 20,000-ലേറെ വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണ് അൻവർ പ്രകടിപ്പിക്കുന്നത്. സുധീറിന് അത്രയും വോട്ട് സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ ലിനറ്റ് വർഗീസ് ചേരുകയാണ്. ലിനറ്റ്, നമുക്കറിയാം നേരത്തെ 2019-ലൊക്കെ 80% പോയ ഒരു സ്ഥലമാണ് വയനാട്. ഇത്തവണ പക്ഷേ ആ തരത്തിലേക്ക് 80%-ലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഈ നിമിഷം നമുക്ക് കണക്കാക്കാനാകുമോ? രുചീഷ്, തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. സാധാരണ രീതിയിൽ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അതിരാവിലെ തന്നെ ഒരുപാട് പേർ വോട്ടിങ്ങിനായി എത്തുകയും അതിനുശേഷം ഉച്ചയോട് ചേർന്നുകൊണ്ട് ആളുകൾ കുറയുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ 2019 2024 കഴിഞ്ഞ 6 മാസം മുമ്പുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇത്തവണത്തെ ഈ ഒരു ഇലക്ഷൻ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ തന്നെ വളരെ കുറവ് പോളിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിരാവിലെയുള്ള തിരക്ക് മാത്രമേ ബൂത്തുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇപ്പോൾ ഒരു 4 മണിക്ക് ശേഷമാണ് പോളിംഗ് ഇത്രയും വേഗതയിലായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 56.63% പോളിംഗ് ആണ് ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ, വയനാട് ജില്ലയിൽ മൊത്തത്തിൽ ഇവിടെ പോളിംഗ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും 2019 ഒക്കെ നമ്മൾ കണ്ടതാണ്, 80%-ലധികം പോളിംഗ് ആയിരുന്നു വയനാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 2024 ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 73% മാത്രമായിരുന്നു പോളിംഗ്. ഇപ്പോൾ അതിൽ നിന്നും കുറയുമോ എന്ന ഒരു ആശങ്ക സാധാരണ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റ് പാർട്ടിക്കാർക്കും സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം തുടക്കത്തിൽ എല്ലാവരും ആവേശത്തിലായിരുന്നു. കാരണം കൊട്ടിക്കലാശമൊക്കെ അത്രയും ഭംഗിയായി നടത്തിയ സാഹചര്യത്തിൽ അത്രയും ആളുകൾ ഈ ഒരു വോട്ടിങ്ങിനായി ഈ ഒരു ബൂത്തുകളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു സ്ഥാനാർത്ഥികൾക്കൊക്കെ ഉണ്ടായിരുന്നത്. രാവിലെയൊക്കെ സ്ഥാനാർത്ഥികളായ നവ്യ ഹരിദാസും അതോടൊപ്പം തന്നെ സത്യൻ മുഖേരിയും ഒക്കെ നമ്മോട് ന്യൂസ് മലയാളത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇനിയും വോട്ടിംഗ് കൂടാനുള്ള സാധ്യതയാണുള്ളത്, വോട്ടേഴ്സൊക്കെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് എന്നാണ് അവരെല്ലാവരും വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വൈകുന്നേരം ആയതിനോടുകൂടിയാണ് ഒരു 50% എന്നത് ഒരു 3 മണിക്ക് ശേഷമാണ് വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 50%-ലേക്ക് പോളിംഗ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിലാണ് 56.63% വോട്ടിംഗ് ഈ ഒരു ഭാഗത്ത് വയനാട് മണ്ഡലത്തിൽ ഉയർന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിലവിൽ 14 ലക്ഷത്തോളം വോട്ടേഴ്സുള്ള ഈ ഒരു മണ്ഡലത്തിൽ 8 ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന പ്രത്യേകത കൂടെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഈ ഒരു വോട്ടിംഗ് അവസാനിക്കാനുള്ളത്. ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്തവണ നമ്മൾ കണ്ടതാണ്, UDF-ന്റെ ഒക്കെ പ്രചരണത്തിലൊക്കെ കണ്ടത് ഭൂരിപക്ഷം ഉയർത്തുക, വിജയത്തിനപ്പുറം പ്രിയങ്കയ്ക്ക് ഭൂരിപക്ഷം ഉയർത്തുക എന്ന വാചകം തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ. ഭൂരിപക്ഷത്തോട് തന്നെയാണ് UDF എന്തായാലും വയനാട്ടിൽ ആവേശത്തോടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് 80%-ലേറെ പോളിംഗ് വന്നപ്പോൾ 4,31,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി വിജയിച്ച സ്ഥലമാണ്. തൊട്ട് പിന്നാലെ 6%-ഓളം വോട്ട് കുറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിലും അത് വലിയ കുറവുണ്ടാക്കി. 3 ലക്ഷത്തിന് മുകളിലാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമുണ്ടായത്. എന്തായാലും വോട്ടിംഗ് കുറയുന്നത് UDF കേന്ദ്രങ്ങളെയും ചെറിയ തരത്തിലെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്താനായില്ലെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു ചെറിയ തിരിച്ചടിയായി മാറും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്.